അടിപൊളി. നല്ല മൂവിയാണ്. ഒരു വെറൈറ്റി മോഡ് ഓഫ് മേക്കിംഗ് ആണ്. അടിപൊളിയാണ്. കണ്ട തിയേറ്ററിൽ മസ്റ്റ് വാച്ചബിളാണ്. നല്ല മൂവിക്ക് അടിപൊളി മൂവിയാണ്. അഞ്ചക്കൊക്കെ പൊറോട്ട കണ്ടു. നമ്മുടെ ഒരു മരണമാസമായിട്ട് എന്ന് തന്നെ പറയാൻ ചെമ്പം വിനോദവും നമ്മുടെ ലുക്മാനിലെ ആറാടി അഭിനയിച്ചിട്ടുണ്ട്. തകർപ്പൻ സിനിമ. പടം നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം മേക്കിംഗ് ആണ്. പിന്നെ 5 കൊല്ലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഒരു ചെറിയ രീതിയിൽ മുഖം കാണിക്കാൻ പറ്റിയൊരു പടമാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ കാണുക. താങ്ക് യു. പടം നല്ല സിനിമയാണ്. ഓവറോള് മൊത്തത്തിൽ പെർഫോമൻസ് ബേസ് എല്ലാവരും നല്ലതാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട ക്യാമറ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. ലുക്മാനൊക്കെ മുന്നേ ചെയ്ത ക്യാരക്ടറിൽ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും വിചാരിക്കില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുള്ളത്. ലുക്മാൻ്റെ ക്യാരക്ടർ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ ചേട്ടൻ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ബ്രില്യൻ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടറും ഗില്ലാപ്പികളുടെ റോൾ ചെയ്ത 2 ക്യാരക്ടേഴ്സ് ഭയങ്കര നൈസായിട്ട് ആ ക്യാരക്ടറൊക്കെ. പടം ഓവറോൾ മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും വന്ന് ഇത് കാണാം. നല്ല റിവ്യൂ ആണ്, നല്ല റെസ്പോൺസാണ്. എന്താ ഒരു ചെറിയൊരു പ്രതീക്ഷയായിട്ട് വന്നതാണ്. നമ്മളെ വയർ നിറച്ച് തന്ന പോലെ അതുപോലത്തെ പടം. അതായത് കമ്പട്ടിപ്പാടവും ഗജഗജാന്തരവും നമ്മുടെ അങ്കമാലി ഡയറസും കൂടെ ഒരുമിച്ച് കണ്ട ഒരു എഫക്റ്റ്. എന്നെ മേക്കിംഗ് എൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇതൊക്കെ വർക്ക് ചെയ്ത് സമ്മതിച്ചു കൊടുക്കണം. കിട്ടിപ്പം പറയാം. നിങ്ങളാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത്. ഇതിൽ ചിലൊരു പ്രൊമോഷൻ കുറവുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓൺലൈൻകാരെല്ലാം കൂടെ ചെയ്ത് കൊടുക്കണം. മസ്റ്റ് വാച്ച് തിയേറ്റർ കേട്ടോ. എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ കാണാനുള്ള ഒരു കാരണവശാലും മറ്റേ അജയചന്ദ്രൻ കൊണ്ട് OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. സൂപ്പർ പടം. ആർച്ചിലെ സൂപ്പർ ഹിറ്റ്. ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു ജെം പറയില്ലേ. ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അത് ചാടിപ്പുറം പടമുണ്ട്. പക്ഷെ പടം കിടുകാച്ചി പടം. 1.5 പടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈറ്റ്നിങ്, മേക്കിംഗ്, പെർഫോമൻസ്, ക്യാമറ, ആക്ഷൻ, ബീജിയം എല്ലാം ടോപ്പ് നോച്ചാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. സത്യം പറഞ്ഞാൽ സത്യത്തിൽ ഞെട്ടി. 1.5 ഈ പറഞ്ഞ നമ്മുടെ ചെമ്പ് വിനോദ് അവരുടെ പെർഫോമൻസൊക്കെ പൊളിച്ചു. ആൻഡ് മേക്കിംഗ് വൈസ് ആണ്. ഫസ്റ്റ് ഹാഫിലൊരു ചാരാശാപ്പിലൊരു അടിയുണ്ട്. അടി എന്ന് പറഞ്ഞാൽ 1.5 അടി ആ ഫീൽ. പിന്നെ ക്ലൈമാക്സിൽ പൊസിഷനിലെ ക്ലൈമാക്സിൽ പോലുള്ള ബീജിയം. ഇതിനകത്ത് റിയൽ സ്റ്റാർസ് എന്ന് പറയാൻ 2 പിള്ളേർ. അവരുടെ പേരെനിക്ക് അറിയില്ല. അവർ ഡാൻസ് കളിച്ചുകൊണ്ട് വന്നൊരു 1.5 അടിയുണ്ട്. അവരുടെ പേരെനിക്ക് അറിയില്ല. നിങ്ങൾ പൊളിച്ചു. ആൻഡ് മലയാളത്തിൽ 1.5 ഡയറക്ടറിനെ കിട്ടിയേക്കണത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് മസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന മൂവിയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. മലയാള സിനിമയുടെ സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് 1.5 പടമായിരിക്കും. പടം കിടിലം പടം. അതായത് എന്താ പറയുക, ഇപ്പം ഇതിൻ്റെ മേക്കിംഗ് ആയാലും അത് BGM പിന്നെ അതേപോലെ തന്നെ ആക്ടിങ് എല്ലാവരും കൊണ്ട് കിടുക്കി നിൽക്കുന്നുണ്ട്. അതായത് ഒരു എങ്ങനെ പറയുക, BGM ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് രോമാഞ്ചം കയറുന്ന BGM അതാണ് പടത്തിലെ മൊത്തം. പിന്നെ ഇതിലൊരു പാട്ട് പോലെയുണ്ട്. അതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുകയാണെങ്കിൽ കിടിലം പടം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല. അതായത് മെയിൻ കാര്യം എനിക്ക് ഈ പടം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പടം പിടിച്ചത് അങ്കമാലിക്കാരൻ ചെമ്പൻ വിനോദിൻ്റെ അനിയൻ ഉല്ലാസേട്ടനാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടുകൊണ്ട് പടം ഗംഭീര പടം. അത് ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ചെമ്പൻ വിനോദ്, അതേപോലെ തന്നെ ലുക്മാൻ, പിന്നെ സെന്തിൽ, മണികണ്ഠൻ 4 പേരും നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പറയേണ്ട കാര്യമാണ്, ഇത് OTTക്കായിട്ട് കാത്തിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളിത് തിയേറ്റർ വാച്ച് മിസ്സാക്കിയാൽ അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. 100% ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു നഷ്ടമായിരിക്കും. കാരണം ഇത് തിയേറ്ററിൽ കാണേണ്ട എല്ലാ സംഭവവും ഈ പടത്തിനുണ്ട്. എന്തുകൊണ്ടും കിടിക്കുക. അതായത് മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിപ്പോൾ കത്തി നിൽക്കുന്ന പടമാണ്. പക്ഷേ എനിക്ക് മഞ്ഞുമൽ ബോയ്സിനെക്കാളും കൂടുതൽ ഇഷ്ടമായത് ഈ പടം തന്നെ. എന്തുകൊണ്ടും തിയേറ്റർ വാച്ചപ്പെടും. മസ്റ്റ് തിയേറ്റർ വാച്ചപ്പെടുന്നു. അപ്പോൾ 5 കൊല്ലം പൊറോട്ട് സിനിമ കണ്ടു. ഗംഭീര ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ്. ഉല്ലാസ് ചെമ്പ് എന്ന ഡയറക്ടറുടെ മികച്ച ഒരു ദൃശ്യ ഭംഗിയുള്ളൊരു സംവിധായകൻ മികവുള്ള സിനിമയാണ്. പിന്നെ ചെമ്പ വിനോദിൻ്റെ പ്രൊഡ്യൂസിങ് സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങും ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വോയിസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യോബിൻ്റെ പുസ്തകമാണെങ്കിലും ഭീമൻ്റെ വൈലാണെങ്കിലും വേറിട്ട ശൈലിയുള്ളൊരു നിറഞ്ഞാട്ടമായിരുന്നു. അപ്പോൾ ഈ 5 കൊല്ലം പൊറോട്ട എന്ന സിനിമയിൽ അതിഗംഭീരമായിട്ട് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. പിന്നെ ലുക്മാൻ അലിയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സെന്തിൽ കൃഷ്ണ, മണികണ്ഠൻ ആചാര്യൊക്കെ തളർത്തുന്നുണ്ട്. പിന്നെ 1-2 റെഡിയാക്ടേഴ്സ് ഉണ്ട്, പേരറിയില്ല, അവരും തളർത്തുന്നുണ്ട്. മെർലിൻ കൊള്ളാം, ഗംഭീരമാണ്. മെർലിൻ നമ്മുടെ മേക്കിംഗ് ഭയങ്കരമാണ്. ഒരു ലിജോസ് പെലിശ്ശേരി പടം കണ്ടുകൊണ്ടിരിക്കും. ഇന്നലെ റാഹേലിന്റെ മകൻ എന്ന പടത്തിന്റെ ആക്ടറാണ് മെർലിൻ. അപ്പൊ മെർലിൻ ഒരു ചെറിയ ക്യാരക്ടറാണ് മെർലിൻ. എല്ലാവരും പോസിറ്റീവ് കൊടുക്കും. സർപ്രൈസ് ഹിറ്റാണ്.
കോക്കായാലും ഉണ്ണിലോകായാലും എല്ലാവരും പോസിറ്റീവായിട്ട് കൊടുക്കുള്ളൂ. ഒരു പോരായ്മയും കാണുന്നില്ല. ടെക്നിക്കലി ഉഗ്രനാണ്. വയലൻസ് ആണെങ്കിൽ സ്ക്രിപ്റ്റ് ഡിമാൻഡിന് വയലൻസേ ഉള്ളൂ. ഞാൻ ഒട്ടും സർപ്രൈസ് ഹിറ്റായി. ഇങ്ങനത്തെ ഇത് ഏപ്രിലിൽ ഇറങ്ങി ഭയങ്കര ഹിറ്റായിരുന്നു. എന്തെങ്കിലും പടം ഓടുന്ന കഥയുണ്ട് കഥയിലാണ് സിനിമയുടെ കാര്യം. അതേക്കാട്ട് മേക്കിംഗ് ഉഗ്രനാണ്. ആക്ഷൻ സീക്വൻസ് ഉഗ്രനാണ്. പുതിയ പുതിയ വില്ലന്മാരൊക്കെ BGM നല്ലതാണ്. ക്യാമറ വർക്ക് നല്ലതാണ്. എല്ലാം കൊണ്ട് അതുകൊണ്ട് മസ്റ്റ് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു ചെമ്പൻ വിനോദിന്റെ ഒരു മാസ് എന്റർടൈൻമെന്റ് ആയിരിക്കും. എത്രയാണ് കണ്ടാലും മടുക്കില്ല. ഒരു അതിന്റെ ടെക്നിക്കൽ ഗ്രാമീണത കാണിക്കുന്നുണ്ട് സിനിമ. ഗ്രാമീണത കുറെ പ്രാവശ്യം കാണിക്കുന്നുണ്ട്. പിന്നെ പഴയ പോലീസ് സ്റ്റേഷനെ കാണിക്കുന്നുണ്ട്. ഞാൻ എന്ത് പോരായ്മ ഞാൻ കണ്ടത്? ഒരു പോരായ്മ ഞാൻ കാണുന്നില്ല. പോരായ്മ വയലൻസ് കുറച്ച് വയലൻസ് ആണ്. സ്ക്രിപ്റ്റിന് വേണ്ട വയലൻസ് ആണ്. സലാറിലെ പോലത്തെ ഒരു വയലൻസ് ഈ സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് പിന്നെ മണികണ്ഠൻ ലുക്മാൻ പിന്നെ മറ്റേ ചെമ്പൻ വിനോദ് തകർത്തുണ്ട്. എല്ലാ നടന്മാരെ കഷ്ടപ്പെട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഓവർ സ്റ്റൈൻ എടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. BGM ഒരു രക്ഷയില്ല. അതിക്ക് മേൽ മരണമാസം തന്നെ തല്ലിമലയ്ക്ക് ആർഡിയക്സിനേക്കാളും മുകളിൽ നിൽക്കുമെന്ന് പറയും. പിന്നെ അത്ര ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ട് കാന്താര അതുപോലെ ആ റേഞ്ചല്ലേ. കമ്മട്ടി പടം കാന്താര ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉള്ള സിനിമയാണ്. സൈക്കോളജി എല്ലാ സിനിമയിലും ഉണ്ട്. പക്ഷെ ഒരു നിമിഷം ബോഡിക്കില്ല. ഒരു ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാക്കുള്ളൂ ഈ സിനിമയുടെ കഥയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ല, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അല്ല, മാസ്റ്റർ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ല, 18 വയസ്സ് കഴിഞ്ഞവർക്ക് കുറച്ചുകൂടി വെച്ചുകൊട്ടുകൾ കാണാൻ പറ്റുള്ളൂ ഈ സിനിമ. കുറച്ച് സെക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതാ സ്ക്രിപ്റ്റ് ഡിമാൻഡിന് വയലൻസേ ഉള്ളൂ. അത് കുറച്ച് ഇന്ത്യവസി കുറച്ച് ഓവറായി പോയി. എങ്കിലും കാണേണ്ട ഒരു സിനിമയാണെങ്കിലും 18 വയസ്സൊക്കെ ഞാൻ ധൈര്യമായിട്ട് കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ബുദ്ധിപൂർവ്വം കാണേണ്ട ഒരു എൻഗേജിങ് ആയിട്ടുള്ള ചെമ്പൻ വിനോദിന്റെ ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ്.